ഓണം സദ്യ സീരീസിലെ മൂന്നാമത്തെ വിഭവമാണ് അപ്പം നമ്മൾ ഇന്ന് പ്രിപ്പയർ ചെയ്യാനായിട്ട് പോകുന്നത്. ക്യാബേജും ക്യാരറ്റും കൂടെ ചേർത്തിട്ട് ഒരു തോരനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ക്യാരറ്റും ക്യാബേജും ഒക്കെ നന്നായിട്ട് ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം. അതിനുശേഷം ഇതുപോലെ നമുക്ക് വളരെ ചെറുതായിട്ട് ഇങ്ങനെ കൊത്തി അരിഞ്ഞെടുക്കാം കേട്ടോ. ഇങ്ങനെ കൊത്തി അരിയാൻ പാടുള്ളവരാണെന്നുണ്ടെങ്കിൽ ചോപ്പറിലിട്ടിട്ട് ഒന്ന് അരിഞ്ഞെടുത്താലും മതി. അപ്പോൾ ഈ ക്യാരറ്റും ക്യാബേജും മുഴുവൻ കൊത്തി അരിഞ്ഞ് കഴിഞ്ഞതിന് ശേഷം ഒരു സവോള, മീഡിയം വലിപ്പമുള്ള ഒരു സവോള അതും നമുക്ക് കൊത്തി അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉള്ള പച്ചമുളക്, അതും വട്ടത്തിൽ കനം കുറച്ച് നമ്മൾ അരിഞ്ഞെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കാൻ പോകുന്നത് ഇഞ്ചി വെളുത്തുള്ളിയാണ്. ചില ആൾക്കാർക്ക് ഈ ക്യാബേജ് തോരനിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർക്കുന്നത് അത്ര ഇഷ്ടമാവില്ല. പക്ഷേ ഇവിടെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർക്കുമ്പം നമ്മളുടെ ക്യാബേജിന് ഒരു പ്രത്യേക ടേസ്റ്റാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് നമ്മൾ അരിഞ്ഞല്ല, നന്നായിട്ട് ചതച്ചാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പാകത്തിന് ഉപ്പ്, പിന്നെ ഒരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകം നന്നായിട്ടൊന്ന് ചതച്ചെടുത്തിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു തണ്ട് കറിവേപ്പില, ആവശ്യത്തിലധികം തേങ്ങ, അതെന്തായാലും മസ്റ്റായിട്ട് ചേർത്തോളൂ. തേങ്ങ കുറച്ച് കൂടുതലുണ്ടെങ്കിൽ നമ്മുടെ ക്യാബേജ് തോരന് നല്ല രുചിയായിരിക്കും. അപ്പോൾ എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് മാറ്റി വെച്ചു. അതിനുശേഷം ചട്ടിയിൽ വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോൾ കടുക് പൊട്ടിച്ച് കറിവേപ്പിലയും കൊച്ചുള്ളിയും വറ്റൽമുളകൊക്കെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച ക്യാബേജിൻ്റെ കൂട്ടങ്ങ് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം നമുക്ക് മൂടി വെച്ചിട്ട് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം കേട്ടോ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് മൂടി തുറന്ന് നമ്മളൊന്ന് ഇളക്കിയിട്ട് കൊടുക്കുക. ഇതിനകത്ത് നമ്മൾ എക്സ്ട്രാ വെള്ളം ചേർക്കേണ്ട കാര്യമൊന്നുമില്ല. ഈ ക്യാബേജിനകത്തും തന്നെ നമുക്ക് വെള്ളം ആവശ്യത്തിൽ ഉണ്ടാവും കേട്ടോ. ഇത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്തില്ലെങ്കിൽ അടി പിടിക്കാൻ സാധ്യതയുണ്ട്. ഇങ്ങനെ ഇളക്കി നന്നായിട്ട് ഇതുപോലെ എടുക്കുക. അപ്പോൾ നമ്മളുടെ ക്യാബേജ് തോരൻ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇത്തവണത്തെ ഓണത്തിന് എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കണം.